പക്ഷേ ഈ ടെക്നോളജിയൊന്നുമില്ലാതെ കുഞ്ഞു കുഞ്ഞു പക്ഷിക്കുട്ടികൾക്ക് പോലും വർഷാവർഷം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്ന് കൃത്യമായി ഒരേ സ്ഥലത്തെത്താൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മാജിക് അല്ലേ ഇത്? അവർക്ക് സ്വന്തമായി ഒരു ബയോളജിക്കൽ GPS ഉണ്ട്. നിങ്ങൾ കേട്ടത് സത്യമാണ്. നമ്മുടെ കുഞ്ഞു പക്ഷികൾക്ക് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ലിറ്ററലി കാണാൻ സാധിക്കും. ഇത് സത്യമാണോ എന്നാണോ നിങ്ങളുടെ സംശയം? അതെ, ഇത് 100% സത്യമാണ്. ഒരു കുഞ്ഞു കാന്തം പോലെ. പക്ഷികൾക്ക് ഭൂമിയുടെ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ തിരിച്ചറിയാനും അതുവെച്ച് വഴി കണ്ടെത്താനും കഴിയുന്ന ഈ അത്ഭുതകരമായ കഴിവിനെയാണ് മാഗ്നെറ്റോ റിസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെന്ന പോലെ അവരുടെ കുഞ്ഞു മസ്തിഷ്കത്തിൽ ഒരുതരം ബയോളജിക്കൽ കോമ്പസ് അല്ലെങ്കിൽ GPS ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊരു കുഞ്ഞു മാജിക് ആണെങ്കിലും ഭൂരിഭാഗം പക്ഷികളുടെയും മാഗ്നെറ്റോ റിസെപ്ഷൻ അവരുടെ മിഴിവുറ്റ കണ്ണുകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ? അവരുടെ കണ്ണിലെ റെറ്റിനയിൽ ക്രിപ്റ്റോക്രോം എന്ന പേരുള്ള ചില സ്പെഷ്യൽ പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനുകളാണ് കാന്തിക ക്ഷേത്രങ്ങളോട് പ്രതികരിക്കാൻ കഴിവുള്ള കുഞ്ഞുമിടുക്കർ. ഇതൊരു തരം ക്വാണ്ടം മെക്കാനിസത്തിലൂടെയാണ് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ പ്രോട്ടീനുകളിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കെമിക്കൽ റിയാക്ഷൻസ് വഴി കാന്തിക ക്ഷേത്രത്തിന്റെ ദിശ അവർക്കൊരു പ്രത്യേക പാറ്റേണായോ നിറമായോ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ വ്യത്യാസമായോ അനുഭവപ്പെടാം. ഇത് നമ്മൾ കാണുന്നത് പോലെയല്ല, മറിച്ചൊരു മാഗ്നറ്റിക് ഫിൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ക്യൂട്ടല്ലേ? ഇതൊരു ബയോളജിക്കൽ GPS ആയി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവർക്ക് കാന്തിക ക്ഷേത്രത്തിന്റെ ദിശ തിരിച്ചറിയാൻ കഴിയും. ഇത് വടക്ക് തെക്ക് ദിശകളൊക്കെ മനസ്സിലാക്കാൻ അവരെ സഹായിക്കും. അതുകൂടാതെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും കാന്തിക ക്ഷേത്രത്തിന്റെ ശക്തിക്കും ചരിവിനും വ്യത്യാസങ്ങളുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ പക്ഷികൾക്ക് അവരുടെ ഏകദേശ സ്ഥാനം മനസ്സിലാക്കാനും ഒരുതരം മാഗ്നറ്റിക് മാപ്പ് ഉണ്ടാക്കാനും സഹായിച്ചേക്കാം. ചില പക്ഷികളുടെ കൊക്കിൽ കുഞ്ഞു കുഞ്ഞു ഇരുമ്പ് കണികകൾ വഴി മറ്റൊരു തരം കാന്തിക സംവേദനശേഷിയുമുണ്ടെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. സൂര്യനെയും നക്ഷത്രങ്ങളെയും ഭൂമിയിലെ അടയാളങ്ങളെയും ആശ്രയിക്കുന്നതിനൊപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡും അവർക്ക് വഴി കണ്ടെത്താൻ ഒരു വലിയ കുഞ്ഞു സഹായമാണ്. പക്ഷികളുടെ തലച്ചോറിലെ ക്ലസ്റ്റർ N എന്നൊരു ഭാഗം ഈ കാന്തിക വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഈ കഴിവിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയുമെന്നും ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. മനുഷ്യർക്ക് ഈ ക്യൂട്ട് കഴിവില്ലാത്തതുകൊണ്ട് നമുക്കിത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരമായ പരിണാമ ഉദാഹരണങ്ങളിലൊന്നാണിത്. ഒരു കുഞ്ഞു മാന്ത്രിക ശക്തി പോലെ. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, പ്രകൃതി എത്രമാത്രം വിസ്മയകരമാണെന്ന്. ഈ കുഞ്ഞു പക്ഷികളുടെ ഈ കഴിവ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഈ വീഡിയോ